ദൈവസനെ കടന്നു വന്ന എല്ലാവരെയും വേഗം വരുന്നവനായ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാൽ സർവശക്തനായ ദൈവം ജീവനും ഭക്തിക്കും വേണ്ടത് ഈ ദേശത്തിൽ തന്ന് നിൽപ്പാൻ ബലം തന്ന് ഇന്ന് നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ തന്ന വലിയ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും കർത്താവിന് വേണ്ടി അധികമായി ഓടുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആത്മാർത്ഥമായി ചോദിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വചനം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 48-ാമത്തെ വാക്യം. ലൂക്ക് ചാപ്റ്റർ 8 verse 48. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. നമ്മുടെ അരിമനാഥനായ കർത്താവായ യേശു ക്രിസ്തു 12 വർഷക്കാലം രക്തസ്രാവത്തിലായിരുന്ന സ്ത്രീയെ നോക്കിയിട്ട് അവളോട് പറയാം, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോട് പോക. ദൈവവചനം കൈകളിലെടുക്കാം, അത് ഉയർത്തിപ്പിടിക്കാം. ഇങ്ങനെ പറയാം, തിരുവചനത്തിനായി സ്തോത്രം. വചനത്തിന്റെ സത്യങ്ങളെ അറിയിക്കാൻ വരുന്ന കൃപയ്ക്കായി സ്തോത്രം. ജീവനും ചൈതന്യവും പകരുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ വളരെ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലിരുന്നോട്ടെ. 12 വർഷമായി രക്തസ്രാവക്കാരിയായിരുന്ന സ്ത്രീ വേദപുസ്തക ചരിത്രം പറയുന്നത് 12 വർഷക്കാലം രക്തസ്രാവമായിരിക്കുന്ന സ്ത്രീ ചാവാതിരിക്കുന്ന ശവം പോലെ അത്രയെന്ന ബലമില്ലാത്തവളായി സകലതും ക്ഷയിച്ച് സമൂഹത്തിൽ കടന്നു വരുവാൻ കഴിയാതെ എല്ലാവരും അറപ്പോട് നോക്കുന്ന അവസ്ഥയില് മനോഭീതിയിൽ പുറത്തു വരുവാൻ കഴിയാതെ ഉള്ളിന്റെ ഉള്ളിലിരുന്നവള് മാത്രേന യേശു കടന്നു പോകുന്നു എന്ന് അറിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും എന്റെ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലൊന്ന് തൊട്ടാൽ വിടുതൽ കിട്ടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവർ വിശ്വാസത്തോടെ കടന്നു ചെന്ന് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ശ്രീമനാഥനായ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലൊന്ന് തൊട്ടപ്പോൾ വിടുതൽ സംഭവിച്ചുവെങ്കിൽ എന്ന് രാത്രികാലം ദൈവസനയിരിക്കുന്ന ദൈവജനത്തിന്റെ ജീവിതത്തിന് മേല് വിടുതലുകളെ തന്നിട്ട് സമാധാനത്തോടെ പറഞ്ഞയക്കുന്ന യേശു ക്രിസ്തുവിന്റെ വലുതായ അത്ഭുത സാന്നിധ്യം ഇവിടെ വ്യാപരിച്ചിറങ്ങിയിരിക്കുക. വിശ്വസിക്കുന്നവർ ദൈവത്തെ ശ്രദ്ധിക്കാതെ ആൾക്കാരെ സൗഖ്യം കിട്ടത്തില്ല എന്ന് പറയുന്നു. അതിന്റെ മധ്യഭാഗത്ത് വളരെ വ്യക്തമായി എഴുതിയിരിക്കുക, സകല വൈദ്യരാലും ചികിത്സിച്ചിട്ട് ഭേദം വരാത്തവളെന്ന് വളരെ വ്യക്തമായി എഴുതിയിരിക്കുക. സകല വൈദ്യന്മാരാലും ചികിത്സിച്ചിട്ട്, സകല ഡോക്ടർമാരാലും ചികിത്സിച്ചിട്ട്, സകല സമ്പാദ്യങ്ങളും വെറുതെ രോഗ സൗഖ്യത്തിനായി മുടക്കിയിട്ട് ജീവിതത്തിൽ വെറും കാലിപാത്രമായിരിക്കുന്ന ദൈവ പൈതലേ, എല്ലാ രാത്രിക്കാലം നിറയ്ക്കുവാൻ കഴിവുള്ളവൻ വന്നിട്ടുണ്ട്. ഉദ്ധരൽ ഘടകരമതര ശമ്പര 12 വർഷം രോഗമോ അതൊരു വിഷയമല്ല, 16 വർഷം രോഗമോ അതൊരു വിഷയമല്ല, 5 വർഷത്തെ രോഗമോ അതും ഒരു വിഷയമല്ല. വിടുവിപ്പാൻ കഴിവുള്ളവൻ വന്നിട്ടുണ്ട്. എന്റെ യേശു എന്നെ ഇത് സൗഖ്യമാക്കുമെന്ന് വിശ്വസിക്കുന്നവർ അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞോട്ടെ, യേശു ഇവിടെ വന്നിട്ടുണ്ട്, യേശു ഇവിടെ വന്നിട്ടുണ്ട്, യേശു ഇവിടെ വന്നിട്ടുണ്ട്, യേശു നമ്മുടെ മധ്യത്തിലുണ്ട്. ഇന്ന് വിശ്വാസത്തോടെ ആ വസ്ത്രത്തിന്റെ തൊങ്ങല് ചിലരുന്ന് തൊടാൻ പോവുകയാണ്. നമ്മൾ വരുന്നതിന് മുമ്പേ വന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളെ കൂട്ടി വരുത്തിയവൻ നമുക്ക് മുമ്പായി ഇവിടെ വന്നിട്ടുണ്ട്.
അവൻ പറയുക, മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എന്റെ യേശു എന്റെ വിഷയത്തിന്റെ, എന്റെ യേശു എന്റെ പ്രശ്നത്തിന്റെ പരിഹാരകനെന്ന് എന്ന് രാത്രികാലം വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, രക്തസ്രാവക്കാരിയാർക്ക് അവളുടെ പണവും സമ്പാദ്യവും കൊടുത്ത് രോഗസൗഖ്യം കിട്ടാതെ യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടതുപോലെ എന്ന് രാത്രികാലം നിന്റെ ജീവിതത്തിൽ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും വിഷയത്തിന് മേല് വിടുതൽ കിട്ടുവാൻ ആഗ്രഹമുണ്ടായെങ്കിൽ യേശുവിന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടോട്ടെ. യേശുവേ എന്റെ വിഷയത്തിന്മേൽ പ്രവർത്തിക്കണമെന്നൊന്ന് പറഞ്ഞോട്ടെ. അധരങ്ങൾ ഉള്ളവർ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാട്ടെ. അധരങ്ങൾ ഉള്ളവരുടെ സ്തുതി ആ ദൈവത്തിന് വേണ്ടിയത്. സ്തോത്രയാഗത്തിൽ പ്രസാദിക്കുന്നവൻ പറയുകയാണ്, എല്ലാവരാലും നീ നിന്ദിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയില്, എല്ലാവരാലും വലിച്ചെറിഞ്ഞിരിക്കുന്ന അവസ്ഥയില്, കാണുന്നവർ നിന്റെ പുച്ഛത്തോട് നോക്കുന്ന അവസ്ഥയില്, സമൂഹത്തിൽ ഇറങ്ങി വരുവാൻ കഴിയാത്ത രീതിയില്, എല്ലാവരാലും ലേബൽ ഒട്ടിച്ച് മാറ്റി നിർത്തിയിരിക്കുന്ന സ്ഥാനത്തില് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു പറയുന്നു, നീ മാറ്റി നിൽക്കേണ്ടവനല്ല, നീ മാറി നിൽക്കേണ്ടവനല്ല. ആമേൻ. നിന്നെ ഞാൻ സമൂഹത്തിന്റെ മധ്യത്തിൽ മാനിക്കും. ദൈവത്തിന്റെ വചനം പറയുന്നു, ശത്രുക്കളുടെ മുമ്പാകെ ഞാൻ നിനക്ക് മേശ ഒരുക്കും. ഓ, ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കുന്നവൻ ആമേൻ നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. അവൻ പറയുകയാണ്, നിന്റെ ആവശ്യം എന്ത് തന്നെയാണെങ്കിലും, നിന്റെ ഭാരം എന്ത് തന്നെയാണെങ്കിലും എന്ന് രാത്രിക്കാലം എന്റെ സന്നിധിയിൽ ഒന്ന് വയ്ക്ക്, ഞാൻ നിന്നെ വിടുവയ്ക്കും. ഒരു പരാൽ കടകരവതര ശമ്പരാരക പൗഡ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ, ആരൊക്കെ നിന്നെ അടിച്ചമർത്താൻ നോക്കിയാൽ, ആമേൻ, വിടുതൽ നിനക്ക് വേണമോ? യേശു എന്ന നായകൻ ഇവിടെ വന്നിട്ടുണ്ട്. യേശു എന്ന നായകൻ മാറാത്തവനായി ഉണ്ട്. ആ നായകനോട് പറയും, അപ്പാ എന്റെ ജീവിതത്തിൽ വിടുതൽ വേണം. യേശുവിന്റെ ജീവിതത്തിൽ വിടുതൽ വേണം. ആന്തരികമായ സൗഖ്യം എനിക്ക് വേണം. ഈ ലോകത്തിൽ ജീവിക്കാനുള്ള വിടുതൽ എനിക്ക് വേണം. ഈ ലോകത്തിൽ ജീവിക്കാനുള്ള ശക്തി എനിക്ക് വേണം. ഓ, എന്നെ ഞെരുക്കുന്നവരുടെ കൂടെ മുമ്പിൽ നിൽക്കുവാനുള്ള ശക്തി, ആത്മീയ അഭിഷേകം എന്റെ ജീവിതത്തിൽ വേണമെന്ന് എന്ന് രാത്രികാലം എന്റെ കർത്താവിനോട് അപേക്ഷിക്കുന്നവരുടെ ഓ, പകൽ ഓടിക്കാൻ കാര്യസ്ഥനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉത്തരാവീര ഘടകരവതരാശാല അത്തരൽ ഘടകരവതര ശമ്പരാനകം അവിടെ ഘടക. ഓ, രക്ഷതാൽജയം രക്ഷതാൽജയം രക്ഷതാൽജയം. ഓരിമ്പ ഘടകരവതര ശമ്പരാനകം അവിടെ ഘടക. രക്തസ്രാവമുള്ളവർക്ക് പബ്ലിക് പ്ലേസിൽ പോകാൻ അനുവാദമില്ല. പണ്ടത്തെ കാലത്താ, ഇന്നല്ല. അനുവാദമില്ലാത്തവരെ അനുഗ്രഹിച്ച് മനുഷ്യരുടെ നിയമങ്ങളെ പൊട്ടിച്ചുകൊണ്ട് സ്വർഗരാജ്യം പണിയുന്നവനാണ് നമ്മുടെ കർത്താവ്. ആൾക്കാരെന്തൊക്കെ നിനക്കെതിരായി പറഞ്ഞാലും, ചാർച്ചക്കാരും കുടുംബക്കാരും നിനക്കെതിരായി പിറുപിറുത്താലും, ആന്തരികമായി കുടുംബത്തിനകത്ത് വിടുതൽ തരുന്നവൻ കടന്നു വന്നിട്ടുണ്ട്. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങല്ലെങ്കിലും തൊട്ടാൽ, എന്റെ യേശുവേ നായക എന്ന് വിളിച്ചാൽ എന്റെ ജീവിതത്തിന്മേൽ വിടുതൽ തരുമെന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും ദൈവഭക്തൻ ഉണ്ട് എങ്കിൽ അവന്റെ ജീവിതത്തിൽ വിടുതൽ അയക്കുന്നവനായ യേശു. മരണത്തെ പാതാളത്തെ ജയിച്ചവൻ, ആമേൻ, റോമൻ സാമ്രാജ്യത്തിന്റെ ഇമ്പീരിയൽ മുദ്രയെ പൊട്ടിച്ചു കളഞ്ഞവൻ, ഇന്ന് രാത്രികാലം നമ്മുടെ നിലവിളിയുടെ മധ്യത്തില് നിന്റെ അടുക്കൽ വന്ന മകളെ നിന്റെ വിഷയത്തിന് മേല് ഞാൻ വിടുതൽ അയച്ചിരിക്കുന്നു, നീ സമാധാനത്തോടെ പൊന്നോ എന്ന് പറയുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവനോട് പറയും, യേശുവേ എന്റെ വിഷയത്തിന് ഇന്ന് രാത്രികാലം അവിടെ അത്ഭുതം പ്രവർത്തിക്കണമെന്നാണ്. വിശ്വാസത്തിന് മേൽ പ്രവർത്തിക്കുന്നവൻ, വിശ്വാസിക്കുന്നവരുടെ മേൽ വെളിപ്പെടുന്നവൻ എല്ലാ കണ്ണുകളിലും വെളിപ്പെടത്തില്ല. വിശ്വസിക്കുന്നവരുടെ മേൽ അവൻ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് അവൻ ഇടപെട്ടുകൊണ്ടേയിരിക്കും.
ആരൊക്കെ എന്തൊക്കെ നിനക്കെതിരായി പറഞ്ഞാൽ, ഓ ഈ രോഗത്തിനൊരു വിടുതൽ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞാൽ, വൈദ്യശാസ്ത്രം നിനക്കെതിരായി വിധി എഴുതിയാൽ, കർത്താവ് യേശുവിന്റെ നാമത്തിൽ വിളിച്ചു പറയുകയാണ്, ഈ വൈദ്യശാസ്ത്രത്തെ പൊട്ടിച്ചു കളഞ്ഞുകൊണ്ട് വിടുതൽ തരുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്. അത്തരം ഘടക ആന്തരിക സൗഖ്യങ്ങള്, ശാരീരിക വിടുതലുകള്, മാനസിക പിരിമുറുക്കങ്ങള്, ചില വ്യക്തി ജീവിതങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പൊട്ടി അഴിഞ്ഞു പോകുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി കാണിക്കുക. വിശ്വസിക്കുന്നവർ എന്റെ കർത്താവിന് മഹത്വം എടുത്താട്ടെ. മാനസിക പിരിമുറുക്കങ്ങൾ തകർന്നുടേറ്റ് 12 വർഷമായല്ലോ, 14 വർഷമായല്ലോ, 8 വർഷമായല്ലോ, 7 വർഷമായല്ലോ ഞാൻ ഈ കഷ്ടപ്പാടിന്റെ ചുമട് ചുമക്കുന്ന എന്റെ ജീവിതത്തിൽ വിടുതലില്ലയോ എന്ന് മനോഭാരത്തോടുകൂടി ഇരിക്കുന്ന ദൈവത്തിന്റെ പൈതല്, വിടുവിപ്പാൻ കഴിവുള്ളവൻ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ ഭാരം ഏറ്റുവാങ്ങുവാൻ കഴിവുള്ളവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവന്റെ സന്നദ്ധ വിശ്വാസത്തോട് എന്ന രാത്രികാലം നിന്റെ ഭാരം ഇറക്കി വയ്ക്കുന്നുവെങ്കിൽ അത് രോഗമായിക്കൊള്ളട്ടെ, അത് നിന്നതയായിക്കൊള്ളട്ടെ, അത് കടമായിക്കൊള്ളട്ടെ, ആമേൻ, വിടുവിക്കുന്നവൻ വന്നിട്ടുണ്ട്. നമ്മുടെ കർത്താവ് പറയുന്നത്, നിന്റെ ഭാരം എന്റെ മേൽ വച്ചുകൊള്ളുക. നമ്മുടെ ഭാരം വിശ്വാസത്തോടെ അരിമനാഥനായ കർത്താവ് യേശുവിന്റെ സന്നിധി വയ്ക്കുന്നുവെങ്കിൽ വിടുവിക്കുവാൻ കഴിവുള്ളവനുണ്ട്. ദൈവമക്കളെ എപ്പോഴും സാത്താൻ പോരാടുന്നത് മനോഭാരം കൊണ്ടുവന്ന, മനോഭീതി കൊണ്ടുവന്ന, നിന്റെ ആരാധനയെ തടസ്സപ്പെടുത്തുന്ന ദുഷ്ടന്റെ പോരുകള്, നിനക്കെതിരായി ഉയർന്നു വരുന്ന ദുഷ്ട കൊടിമുടികള്, നിനക്കെതിരായി ഉയർന്നു വരുന്ന ശാപത്തിന്റെ പോരുകള്, അകലൽ ഘടകര വദല ശമ്പരാരക മൗഡൽ ഘടക ഓ റിമ്പൽ ഘടകര വദല ശാര ഓ തല ഉയർത്തുവാൻ കഴിയാതെ വണ്ണം ജീവിതത്തിന്റെ ഭാരങ്ങള് ഹൃദയത്തിന്റെ ഉള്ളിൽ ഒന്നിന് പുറകെ ഒന്ന് അടുക്കി വച്ചിരിക്കുന്ന പോലെ അടുക്കി വച്ചിരിക്കുന്ന അവസ്ഥകള് ദൈവത്തിന്റെ ആത്മാവ് കണ്ടിട്ട് പറയുന്നു, വിശ്വാസത്തോടുകൂടി യേശുവിന്റെ സന്ദേശം വയ്ക്കുന്നവന്റെ മേല് എന്ന രാത്രികാലം അവൻ വിടുതലായിട്ടിരിക്കുക. ഘടക റിംബരാരക മൗഡൽ ഘടക അദ്ദാരിംബര മൗഡൽ ഘടക രവദര ഘടക ആഗ്രഹിച്ചോട്ട്, ഭവനമില്ലാത്തവർ ആഗ്രഹിച്ചോട്ട്, രോഗത്തിലിരിക്കുന്നവർ ആഗ്രഹിച്ചോട്ട്. ആമേ, രോഗിയായി തീരുവാനല്ല, ഡോക്ടറുടെ മുമ്പിൽ പോയി തലവണങ്ങി നിൽക്കുമെന്നല്ല, എന്റെ യേശുവിന്റെ തന്നെ ഞാൻ മുഴങ്കാൽ മടക്കുമ്പോ യേശുവേ എന്റെ ജീവിതത്തിൽ വിടുതൽ അയക്കണമെന്നൊന്ന് പറഞ്ഞോട്ട്, എന്റെ കുടുംബത്തിന്റെ മേൽ ആരാധന സ്വാതന്ത്ര്യം തരണമെന്ന് പറഞ്ഞോട്ട്, വായികളൊന്ന് തുറന്നോട്ടെ. വായികൾ തുറക്കുന്നതിന്റെ മേൽ വിസ്താരത്തിൽ നിറയ്ക്കുന്നവർ എന്റെ കർത്താവിന്റെ മക സാന്നിധ്യത്തിന്റെ പ്രവാഹങ്ങളോട് വന്നിരിക്കുക. ദൈവമേ, രാജ ഘടകര വദര ശമ്പരാരക മൗഡൽ ഘടക ഘടക ക്ഷോര ഇന്ന് പിരിമുറുകിയിരിക്കുന്ന കടത്തിന്റെ ബാധ്യതകൾ മാറി ദൈവസന്നെ ഒന്ന് തുള്ളിച്ചാടുന്നതായി കണ്ടോട്ട്. ഇന്ന് ഭാരപ്പെടുന്ന മനോഭീതികൾ മാറി ദൈവസന്നെ പൂർണ്ണ സമാധാനത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നത് മനസ്സിലൊന്ന് കണ്ടോട്ട്. ഘടകര വദര മനസ്സിൽ കാണുന്നവരിങ്ങനെ വെറുതെ ഇരിക്കത്തില്ല. മനസ്സിൽ കാണുന്നവരെ ആരാധിക്കാൻ പറയണ്ട, മനസ്സിൽ കാണുന്നവരെ സ്തുതിക്കാൻ പറയണ്ട. ഒരിക്കൽ ഘടകര വദര അനേകരുടെ ഇടയിൽ ഒരു സൗരഭ്യ വാസനയായി ദൈവം നിന്നെ മാനിക്കട്ടെ.
വെളിപ്പെടേണ്ടതിനായി, ഓ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി, ഓ ജീവനുള്ള ദൈവത്തിന്റെ സന്നദ്ധ വിശ്വാസത്തോട് ഘടകര വതന ഘടകശാല ഏൽപ്പിച്ചുകൊണ്ട് യേശുവേ ആര്യനിരായ ഏൽപ്പിച്ചു കൊടുത്താട്ട് യേശുവേ യേശുവേ എന്റെ ജീവിതത്തിന്റെ എന്റെ ജീവിതത്തിന്റെ എന്റെ അവസ്ഥകളോ എന്റെ ജീവിതത്തിന്റെ അവസ്ഥകളോ എന്റെ ജനിക്കത്തിനോ അവിടെ പ്രവർത്തിക്കണമോ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ട് ഓ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ചില പരിവർത്തനം ചില വ്യക്തി ജീവിതങ്ങളുടെ ഉള്ളത് അവരുടെ കുടുംബങ്ങളുടെ മേൽ അവരാഗ്രഹിക്കുന്ന വിഷയത്തിന്റെ മേൽ ആമേൻ ഇവിടെ ആരാധിക്കുമ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ കത്തുകൾ അഴിയാൻ പോവുകയാണ്. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് കാണുന്നവന് ആത്മാവിന്റെ ഫലം കായ്പാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്യും. ആഗ്രഹങ്ങൾ ഉള്ളിൽ വച്ചാൽ പോരാ, ആ ആഗ്രഹം നിറവേറ്റിയതായി ദൈവത്തിനെ ഒന്ന് കണ്ടു. എന്ത് തന്നെ ആഗ്രഹമായിക്കൊള്ളട്ടെ. നമ്മുടെ കർത്താവ് എന്താ പറഞ്ഞേ? വിശ്വാസത്തോടുകൂടി. നിങ്ങൾക്ക് കടുമണിയോളം വിശ്വാസമുണ്ട് എങ്കിൽ വിശ്വാസത്തോടെ ഈ മലയോട് മാറി കടലിൽ പോകാൻ പറഞ്ഞാൽ അത് സംഭവിക്കും. വിശ്വാസമുള്ളവർ സ്തോത്രം ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നൊന്ന് കണ്ടോട്ടെ. യേശുവിനോട് നിലവിളിക്കുമ്പോ, യേശു കർത്താവിനോട് ആവശ്യപ്പെടുമ്പോ, എന്റെ യേശു എന്റെ സകല വിഷയത്തിലും മതിയായവനാണെന്ന് വിശ്വസിക്കുന്ന ഭക്തൻ പ്ലാൻ വരച്ച് മനസ്സിന്റെ ഉള്ളിൽ അങ്ങ് കണ്ടോ. 5 ബെഡ്റൂമാണോ അത് കണ്ടോ? ഭവനമില്ലയോ വസ്തുവില്ലയോ കണ്ടോ? വിശ്വാസത്തോടെ. വാഹനമില്ലയോ കള്ളർ ഉൾപ്പെടെ കണ്ടോ? യഹോവയായ ദൈവം തരാൻ പോവുകയാ. ഘടകര ബദലക്ഷാര ആഗ്രഹിക്കുന്ന ആത്മാവിനെ അവൻ തൃപ്തിപ്പെടുത്തുന്നത്. ഗ്ലോറി 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 ഗ്ലോറി. സ്രാവക്കാരിക്ക് ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അവളുടെ ആഗ്രഹം അവൾ ഉള്ളിന്റെ ഉള്ളിൽ കണ്ടു. എന്റെ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലൊന്ന് തൊടും, എന്റെ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലൊന്ന് തൊടും, എന്റെ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലൊന്ന് തൊടും, അവൻ എന്നെ വിടുവിക്കും. അവള് പോയിട്ട് യേശുവെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞില്ല. വിശ്വാസത്തോടെ പോയി ഒന്ന് തൊങ്ങല് തൊട്ടതേ ഉള്ളൂ. ആവശ്യം എന്ത് തന്നെയാണെങ്കിൽ ദൈവ പൈതലെ ആരാധനയുടെ മധ്യത്തിലാണ്. വളരെ വ്യക്തമായി ഞാനൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞ 2-3 മാസങ്ങളെ ചില വ്യക്തികളുടെ ജീവിതത്തിന് മേല ദൈവത്തിന്റെ ആത്മാവ് അവർ ചിന്തിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്ഭുതകരമായ ചില ഉയർച്ചകളുടെ പന്താവുകളിൽ കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നതിനായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ആരാധനയുടെ മേൽ തീ കത്തിക്കൊണ്ടിരിക്കുക. നീ പോലും അറിയാതെ നിന്റെ കുടുംബത്തിനകത്ത്, നീ പോലും അറിയാതെ നിന്റെ രോഗബന്ധനത്തിന് മേല, നീ പോലും അറിയാതെ നിന്റെ ശാപബന്ധനങ്ങള് കത്തി എരിഞ്ഞ് ചാരമാക്കിക്കൊണ്ടിരിക്കുക. അവൻ പ്രവർത്തിക്കുന്നവരിവിടെ വന്നിട്ടുണ്ട്. അവനോടൊന്ന് പറയാതെ യേശുവേ എന്റെ വിശ്വാസത്തിന് അവൻ
സതീഷിന് ചെയ്യുന്നത് പോലെയല്ല പ്രദീപിന് ചെയ്യുന്നത്. പ്രദീപിന് ചെയ്യുന്നത് പോലെയല്ല മറ്റൊരു വ്യക്തിക്ക് ചെയ്യുന്നത്. ഓരോരുത്തർക്കും ദൈവം ചെയ്യാൻ പോകുന്ന വ്യത്യസ്തമായിട്ടാണ്. വിശ്വാസത്തോടുകൂടി ഒന്ന് കണ്ടാട്ട. നമ്മൾ ആരെയും ഭയപ്പെടണ്ട. നിന്റെ ആരാധനയെ തകർത്ത് കളയുവാൻ നോക്കുന്നവന് തകർക്കുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവൻ പറയുന്നു, പിശാചിന്റെ തലയെ തകർത്തുകളെ. നിനക്കെതിരെ തല ഉയർത്തുന്ന പിശാചിന്റെ തലയെ, നിന്നെ നിരാശപ്പെടുത്തുന്ന, നിന്റെ രോഗത്താൽ തളർത്തുന്ന, നിന്നെ നിന്നതയാ തളർത്തുന്ന പിശാചിന്റെ തലയൊന്ന് തകർക്ക്. ജയം തരുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോകാം. എന്റെ വിശ്വാസത്തിന് മേല യഹോവ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നുവെന്ന് അടുത്തിരിക്കുന്നവർക്ക് ചിരിച്ച മുഖത്തോടെ കൈകൊടുത്തെന്ന് പറഞ്ഞാട്ടെ. എന്റെ വിശ്വാസത്തിന് മേൽ ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുക. എന്റെ വിശ്വാസത്തിന്മേൽ ദൈവം അനുഗ്രഹിച്ചിരിക്കുക. എന്റെ വിശ്വാസത്തിന്മേൽ ദൈവം അനുഗ്രഹിച്ചിരിക്കുക. നമ്മുടെ വിശ്വാസത്തിന്മേൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുക. ഞെരുക്കമുണ്ടാകാം, ആൾപ്പെരുപ്പമുണ്ടാകാം, ആൾബലമുണ്ടാകാം, മസിൽ പവറുകൾ ഉണ്ടാകാം, എതിർപ്പിന്റെ ശക്തികൾ ഉണ്ടാകാം. ജയിക്കുന്നവനാ ദൈവ പൈതല്. അവിടെ ജയിക്കേണ്ടവനാ ദൈവ പൈതല്. ഓ, ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഉയർച്ചയാ. ഘടക അന്തര നീരൽ ഘടകര വന്നര ചൊമ്പര താണതാറടിയായി പോകുവാൻ എന്റെ കർത്താവ് അനുവദിക്കത്തില്ല. ഘടക അന്തര നീരൽ ഘടകര വന്നര ക്ഷാര. അങ്ങനെ താറടിയായി പോകേണ്ടിയിരുന്നുവെങ്കിൽ കർത്താവ് നമ്മളെ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേത്തിൽ നിന്നും നമ്മളെ കൈക്കൊള്ളത്തില്ലായിരുന്നു. പറഞ്ഞാട്ട് എന്റെ ജീവിതത്തിൽ ഉയർച്ച മാത്രമേ ഉള്ളൂ എന്ന്. എന്റെ ജീവിതത്തിൽ ഉയർച്ച മാത്രമേ ഉള്ളൂ. കർത്താവിന് വേണ്ടി ഉയരുവാനാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. വിശ്വാസത്തോടുകൂടി ആരുന്ന ദൈവസന്നദ്ധയിൽ അവന്റെ പൊന്നോമന മുഖത്തേക്ക് നോക്കുന്നവർ ലജ്ജിച്ചു പോകാൻ അവരുടെ മുഖം എന്നും പ്രകാശിക്കേണ്ടതിനാൽ അവരുടെ ജീവിതത്തിൽ ദൈവം ഇന്നുവരേക്കും ആർക്കും കൊടുത്തിട്ടില്ലാത്ത പ്രകാശത്തിന്റെ കിരണങ്ങൾ ദാനമായി തന്നെ നിറയ്ക്കുന്നവന്റെ അഭിഷേകത്തിന്റെ സാന്നിധ്യം ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഇത് വിശ്വസിക്കുന്നവരുടെ കുടുംബങ്ങളുടെ മേൽ, വിശ്വസിക്കുന്ന വ്യക്തികളുടെ മേൽ, വിശ്വസിക്കുന്നവരുടെ ജോലി മണ്ഡലങ്ങളുടെ മേൽ, വിശ്വസിക്കുന്നവരുടെ ആത്മീയ ജീവിതത്തിന് മേൽ ആദ്യ ഒരുക്കുന്നവൻ മുൻപേ കടന്നു പോയിട്ടുണ്ട്. നമുക്ക് വായിക്കാം ജെറമ്യ പ്രവചനം ചാപ്റ്റർ 1:8. ജെറമ്യ ചാപ്റ്റർ 1:8. നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി നോക്കി. നമ്മളുടെ ദൈവവചനം ഇപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവര് വിശ്വാസികളുടെ കുടുംബത്തിൽ ജനിച്ചു വന്നവർ വളരെ ചുരുക്കമാണ്. നമ്മളെ എല്ലാവരെയും കർത്താവ് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വിളിച്ചു വേർതിരിച്ചവരാണ്. വ്യത്യസ്തമായ അനുഭവങ്ങളിൽ കൂടി, വ്യത്യസ്തമായ സൗഖ്യങ്ങളിൽ കൂടി, വ്യത്യസ്തമായ കൈത്താങ്ങിൽ കൂടി. സങ്കീർത്തനക്കാരൻ പറയുന്ന നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേത്തിൽ നിന്ന് ദൈവമേ നീ എന്നെ കരകയറ്റി. ഞാൻ പറഞ്ഞു വന്നത് ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചത് എല്ലാവരും വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണ്. ആ പഴയ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കുമോ? അനുവദിക്കുമെങ്കിൽ ദൈവം എന്തിന് നമ്മളെ വിളിച്ചു വേർതിരിച്ചു? ചിന്തിക്കേണ്ടതാ. അഥവാ അനുവദിച്ചാൽ അത് ജയിപ്പാൻ ദൈവം എനിക്ക് കൃപ തന്നിരിക്കും.
ബൗഡൽ ഘടകരവദന ദാരികാരിംബര ബൗഡൽ ഘടകക്ഷാര. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പറയുക, സർവശക്തനായ ദൈവം ഭയപ്പെടരുത്. എന്തിനാ ദൈവം പറയുന്ന ഭയപ്പെടരുത്? എന്തിനാ നമ്മുടെ കർത്താവ് പറയുന്ന ഭയപ്പെടരുത്? അലർന്ന സിംഹം പോലെ പിശാച് അലറിക്കൊണ്ട് നിൽപ്പുണ്ട്. തകർത്ത് കളയുവാൻ പിശാചിന് പദ്ധതി ഉണ്ട്. അവന്റെ വെറുതെ ഉള്ള അലച്ചിൽ കേട്ട് ദൈവജനം ഭയപ്പെട്ടു പോകരുത്. പിശാചിന്റെ വെല്ലുവിളിയുടെ മേൽ ദൈവജനം തളർന്നു പോകരുത്. ഇസ്രായേലിന്റെ വെല്ലുവിളിയുടെ മേൽ തളർന്നു പോയ ഒരു പ്രവാചകനെ നമുക്കറിയാം. ലോകത്തിന്റെ വെല്ലുവിളികൾ തകർന്നു പോകുവാനല്ല, ആമേൻ, കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. യഹോവയായ ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് ആത്മീയ കൃപാവരങ്ങളോട് ജീവനുള്ള ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിപ്പാൻ, യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്യുവാൻ, യഹോവയെ തന്നെ കവചമായി നമ്മുടെ ജീവിതത്തിൽ വെച്ചുകൊള്ളുവാൻ, യേശു ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ അവൻ തന്നെ നമുക്ക് നിത്യരക്ഷയായി, നിത്യപ്രകാശമായി, ആത്മചൈതന്യം പകരുന്നവനായി കൂടെ ഉണ്ട്. പക്ഷെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? യെരമ്യാവിനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, യെരമ്യാവേ, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. നീ ഇങ്ങനെ ആമേ ക്ഷീണിച്ച് അവശനായി കഴിവില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മതിയാക്ക്. നീ അവരെ ഭയപ്പെടരുത്. നിന്നെ വിടുവിക്കേണ്ടത് ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നിന്നെ ഭയപ്പെടുത്തുന്ന ഇരുട്ടിന്റെ ശക്തികളുണ്ട്. നിന്നെ ഒളിഞ്ഞിരുന്ന് പോരാടുന്ന ഒളി അമ്പുകളുണ്ട്. എന്ന രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ അതിനെ ഭയപ്പെടരുത്. നിന്നെ കരുതുന്നവൻ നിന്റെ കൂടെ ഉണ്ട്. ഇസ്രായേലിന്റെ പരിപാലകൻ അവൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. അവൻ തന്റെ ചിറകിന്റെ മറവിൽ നമ്മളെ പരിപാലിച്ചുകൊണ്ടിരിക്കുക. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ മറവിൽ പരിപാലിക്കുന്നത് പോലെ നമ്മളെ പരിപാലിപ്പാൻ സർവശക്തനായ ദൈവം തന്റെ ചിറക് വിരിച്ചിരിക്കുക. വിശ്വാസത്തോട് അതിലേക്കൊന്ന് കടക്കുവാൻ കഴിയും. നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നീ വിശ്വാസത്തോടെ എന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടോ. നീ വിശ്വാസത്തോടെ എന്റെ വചനം ഏറ്റെടുത്തോ. നീ വിശ്വാസത്തോടെ എന്റെ സമയം മുഴങ്കാൽ മടക്കി. എന്റെ ദൂതുകളൊന്നും വെറുതെ ആകത്തില്ല. എന്റെ വചനം വെറുതെ ആകത്തില്ല. എന്റെ വചനം അതിന്റെ പ്രവർത്തി ചെയ്യുക തന്നെ ചെയ്യും. ആകയാൽ എന്റെ ജനമായ ഇസ്രായേലേ, നിങ്ങൾ ഭയപ്പെടരുത്. ഞാൻ നിന്നോടുകൂടി ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. അതിന്റെ 5-ാമത്തെ വാക്യം, ജെറമ്യാ ചാപ്റ്റർ 1:5. നിന്റെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ, നിന്റെ ഉദരത്തിൽ ഉരുവായതിനു മുമ്പേ അല്ല. എന്താ വിചാരിച്ച, ഒരു വിത്ത് വീഴുമ്പോ മണ്ണിന്റെ ഈർപ്പം കൊണ്ട് കിളിച്ചു വന്നതുപോലെ കിളിച്ചു വന്നാ. ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ഉരുവാക്കിയവൻ നിന്നെ അറിഞ്ഞിരിക്കുക. ഉരുവാക്കിയവൻ നിന്നെ അറിഞ്ഞിരിക്കുക. മുമ്പിൽ ചെങ്കടലാണോ? ഭയപ്പെടരുത്.
പിമ്പിൽ ഫറവോന്റെ സൈന്യമാണോ? ഭയപ്പെടരുത്. ഓ ചെങ്കടലിനെ തുറക്കുന്നവൻ വന്നിട്ടുണ്ട്. അവന്റെ സമയം ഒന്ന് ആർപ്പിടുവാൻ കഴിയുമ്പോൾ ചെങ്കടലിനെ അവൻ രണ്ടാക്കും. ഓ ചലർക്കെതിരായി നിൽക്കുന്ന ഫറവോന്റെ സൈന്യമുണ്ട്. അവൻ ചെങ്കടലിനെ താണ്ടാൻ പോകുക. ചെങ്കടൽ നിനക്ക് വേണ്ടി പുലർന്നു തരിക മാത്രമല്ല, നിനക്കെതിരായി വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ആയുസ്സിൽ ഇതുവരെ നിന്റെ നന്മകളെ അപകരിച്ച്, നിന്റെ ആരോഗ്യത്തെ അപകരിച്ച, നിന്റെ സമാധാനത്തെ അപകരിച്ച ശാസ്ത്രവിന്റെ സൈന്യത്തെ നീ കാൽക്കെ ചെങ്കടലെ താഴ്ത്തി കളയുന്നവന്റെ മഹാസാന്നിധ്യം നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ജീവിതത്തിനകത്ത്, നിന്റെ ആവശ്യ മണ്ഡലങ്ങളിൽ എന്റെ ദൈവം ഇപ്പോൾ അയച്ചിരിക്കുക. വിശ്വസിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ദൈവത്തിന് സ്തുതികൾ എത്തിയത്. നിന്നെ ഉരുവാക്കിയവൻ ഇവിടെ വന്നിട്ടുണ്ട്. ഉരുവാക്കിയവൻ, നമ്മളാരും ഉരുവായതല്ല. ഉരുവാക്കിയവൻ ഇവിടെ വന്നിട്ടുണ്ട്. ഉരുവാക്കിയവൻ ഇവിടെ വന്നിട്ടുണ്ട്. പ്രവർത്തികളിൽ വലിയവൻ ഇവിടെ വന്നിട്ടുണ്ട്. പരിപാലകനായവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവന്റെ നാമം പരിശുദ്ധം തന്നെ. അവനിലേക്ക് നോക്കുന്നവിടെ പ്രകാശിപ്പാൻ, അവനിലേക്ക് നോക്കുന്നവിടെ ജീവിതത്തിന്റെ ഇന്നത്തെ അവസ്ഥ മാറ്റിമറിക്കുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്. രാജാതി രാജാവായവൻ, രാജാതി രാജാവായവൻ ഇവിടെ വന്നിട്ടുണ്ട്. മഹത്വത്തിന്റെ രാജാവിന്റെ പ്രവൃത്തി ജീവിതത്തിന്റെ ഉള്ളിൽ ഇറങ്ങി വരണമെങ്കിലും ജീവനും ചൈതന്യത്തോട് നല്ലവനായ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടൊന്ന് സ്തുതിക്കാൻ കഴിയും. പ്രതിസന്ധികൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഉരുവാക്കിയവൻ പറയുകയാണ്, മകളെ നിന്നെ ഉരുവാക്കിയത് ഞാനാണ്. ഉരുവാക്കിയവൻ പറയുകയാണ്, മകനെ നിന്നെ ഉരുവാക്കിയവൻ ഞാനാ. എനിക്കറിയാം നീ എന്തായി തീരുമെന്ന്. എനിക്ക് നിന്റെ മേൽ പദ്ധതിയുണ്ട്. എനിക്ക് നിന്റെ മേൽ ആധിപത്യമുണ്ട്. എനിക്ക് നിന്റെ മേൽ അധികാരമുണ്ട്. എനിക്ക് നിന്റെ മേൽ ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഉരുവാക്കിയവൻ പറയുക, നിന്റെ ഒന്ന് എന്റെ തന്നെ ഏൽപ്പിക്കാൻ കഴിയുമോ? നിന്നെ ഒന്ന് എന്റെ തന്നെ ഏൽപ്പിക്കാൻ കഴിയുമോ? എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. നിനക്കെതിരായി ഒരു സൈന്യം വന്നാൽ, നിനക്കെതിരായി വെല്ലുവിളികൾ വന്നാൽ, നിനക്കെതിരായി ഉയർച്ചകൾ വന്നാൽ, നിനക്കെതിരായി ശത്രുവിന്റെ വൻമതിലുകൾ വന്നാൽ, സർവശക്തനായ ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഉരുവാക്കി. എനിക്ക് നിന്നെ കുറിച്ച് ആവശ്യമുണ്ട്. ഞാൻ നിന്നെ വിളിച്ചു വേർതിരിച്ചു. എനിക്ക് നിന്നെ വേണോ? എന്താ പറയാ? പെറ്റമ്മ മറന്നാൽ, പെറ്റമ്മ മറന്നാൽ ഞാൻ നിന്നെ മറക്കുകയില്ല.
അതിനർത്ഥം പെറ്റമ്മ മറക്കുമെന്നല്ല. പെറ്റമ്മ മറന്നാലും മറക്കാത്തവൻ, ഘടകനിന്റെ ആവശ്യങ്ങൾ അപ്പോഴപ്പോൾ അറിയുന്നവൻ, നമുക്ക് മുമ്പായി നമ്മുടെ കാര്യങ്ങൾ അറിയുന്നവൻ, അവൻ പറയുന്നു, ഞാൻ നിന്നെ ഒഴിവാക്കിയെങ്കിൽ എനിക്ക് നിന്റെ മേൽ പദ്ധതി ഉണ്ട്, എനിക്ക് നിന്റെ മേൽ പദ്ധതി ഉണ്ട്. എന്റെ പദ്ധതി വെളിപ്പെടുവാ നിന്നെ ഒന്ന് ഏൽപ്പിച്ചു തരാൻ കഴിയും. നമുക്ക് വായിക്കാം ആമോസ് പ്രവചനം. ആമോസ് 7-ാം അധ്യായത്തിന്റെ 14-15 വാക്യം. അതെ, ഞാൻ ആളുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവ എന്നെ പിടിച്ചു, ജനമായി എന്നോട് കൽപ്പിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. ആമോസ് പറയും, ഞാൻ ജനിച്ചപ്പോഴേ പ്രവാചകനായി ജനിച്ചവനല്ല, ഞാൻ ശുശ്രൂഷകനായി ജനിച്ചവനുമല്ല, ഞാൻ കാട്ടാത്തിയുടെ അത്തിപ്പഴം പറക്കുന്ന ഒരു ഇടയനത്രേ. എന്നാൽ എന്റെ ഭാഷയിൽ പറയാം, എന്നെ ഒഴിവാക്കിയവൻ എന്നോട് പറയുന്നു, എഴുന്നേറ്റ് പ്രവർത്തിക്ക, നിന്റെ സമയം വന്നിരിക്കുന്നു. എഴുന്നേറ്റ് പ്രവർത്തിക്ക, നിന്റെ സമയം വന്നിരിക്കുന്നു. എഴുന്നേറ്റ് പ്രവർത്തിക്ക, നിന്റെ സമയം വന്നിരിക്കുക. ഒന്നുകൂടെ വായിച്ചോട്ടെ. ഈടയനും കാത്തത്തിപ്പഴം പറക്കുന്നവനും അത്രേ. ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവ എന്നെ പിടിച്ചു. നീ ചെന്ന് എന്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിച്ചു. പ്രവചിക്കാൻ പറഞ്ഞ പ്രവചിച്ചോണം, ഉപവസിക്കാൻ പറഞ്ഞ ഉപവസിച്ചോണം, ആരാധിക്കാൻ പറഞ്ഞ ആരാധിച്ചോളണം, പ്രസംഗിക്കാൻ പറഞ്ഞ പ്രസംഗിച്ചോണം, പാടാൻ പറഞ്ഞ പാടിക്കൊള്ളണം, നൃത്തം ചെയ്യാൻ പറഞ്ഞ നൃത്തം ചെയ്തോളണം. യഹോവ ചെയ്യുന്ന അതേപടി ചെയ്യുന്നവനാ ദൈവ പൈതൽ. ആമോസ് പറഞ്ഞു, എനിക്ക് സത്യം ദൈവകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ആമോസ് പറഞ്ഞു, എനിക്ക് ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല, എന്റെ ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ ചെയ്തു. ഇന്ന് ചില വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, മാഞ്ഞുപോയ ചില വിഷയങ്ങളുടെ മേൽ നിന്റെ പ്രാർത്ഥനയുടെ മധ്യത്ത് ദൈവത്തിന്റെ പ്രകാശം ജ്വലിക്കാൻ പോകുക. ആണ്ട് ചിലപ്പോ പലത് കഴിഞ്ഞെന്ന് വരാം. ഓ, എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യൂ. മറഞ്ഞിരിക്കുന്ന ഇരുട്ടില് ഗുപ്ത നിക്ഷേപങ്ങളെ സമ്മാനിക്കുന്ന ദൈവമാണ് നമ്മുടെ മേൽ. എന്റെ ജനമായ ഇസ്രായേൽ ഒരു നാൾ നിന്നാപാത്രമായി തീരത്തില്ല. എന്തുകൊണ്ടാ? യഹോവ നമ്മളെ സ്നേഹിക്കുന്നു. അടുത്തിരിക്കുന്നവർക്ക് കൈകൊടുത്തിട്ട് പറഞ്ഞാട്ടെ, സഹോദര സഹോദരി, നീ നിന്നാപാത്രമായി തീരത്തില്ല. നിന്ദിതനാക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല, കൈവിടുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. വിളിച്ചവൻ വിശ്വസ്തന, വിളിച്ച കർത്താവ് വിശ്വസ്തന. അവൻ പറയുന്നു, അന്ത്യത്തോളം ഞാൻ നിന്റെ കൂടെ ഇരിക്കും. എല്ലാവരും നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല. കരുതുന്നവൻ ഞാൻ കൂടെ ഉണ്ട്. അടഞ്ഞ ചില വാതിലുകളെ തുറപ്പാൻ എനിക്ക് പദ്ധതി ഉണ്ട്. നിന്റെ ആഗ്രഹങ്ങളെ മാനിപ്പാൻ എനിക്ക് പദ്ധതി ഉണ്ട്. ഓ, നീ ആണ്ടുകൾക്ക് മുമ്പ് പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ പേര് നീ ഉറപ്പും ധൈര്യമുള്ളവനായി നിൽക്കുന്നവെങ്കിൽ, ഓ, നിന്റെ ജീവിതത്തിൽ നല്ലൊരു രാത്രി പകലായി തീരുന്നത് പോലെ നിന്റെ പദ്ധതികൾ വെളിപ്പെടുത്തി തരുവാൻ എനിക്ക് പദ്ധതി ഉണ്ടെന്ന് സൈന്യങ്ങളുടെ യഹോവയായ ദൈവത്തിന്
ദൈവത്തിന്റെ ആത്മാവ് ചില വ്യക്തികളെ നോക്കി ദൂരറിയിക്കുക. ഇന്ന് ക്രിസ്ത്യന്മാർക്കോടുകൂടി ഇരിക്കുന്ന സ്ഥാനത്തില് എന്റെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഞാൻ നിന്നെ കൈവിടത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല, ഞാൻ നിന്നെ മാറോട് ചേർത്തണച്ച് എന്റെ വാഴ്ചത്തങ്ങൾ നിന്റെ ജീവിതത്തിൽ സഫലമാക്കുക. ഈ ദിവസങ്ങൾ അതിനായ തന്നെ കാത്തിരിപ്പോ ദൈവത്തിന്റെ ആത്മാവിനോട് അറിയിക്കുക. രാജൽ ഘടക ഘടകരമതരക്ഷാര. ഓ അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിയില്ല. എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല. ഞാൻ പ്രാർത്ഥിച്ച് അടുത്തിരിക്കുന്നവരെന്ന് വിചാരിക്കും. നോ 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 നോ. എനിക്ക് പാടാൻ അറിയത്തില്ല. പാടിയിട്ടുണ്ടോ? പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ആർക്കും കൊടുക്കാത്ത ചില കൃപകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കും. എന്തുകൊണ്ട് എന്റെ സാദൃശ്യത്തിൽ വേറൊരാളിനെ ദൈവം സൃഷ്ടിക്കാത്ത? വിൽസൺ ബ്രദറിനെ പോലെയല്ല രജി ബ്രദർ ഇരിക്കുന്നത്. റെഡി ബ്രദറിനെ പോലെയല്ല ഞാനിരിക്കുന്നത്. എല്ലാവരിലും വിശേഷതകളുണ്ട്. അതുപോലെ ദൈവത്തിന്റെ ശ്രേഷ്ഠമായ കൃപാവരങ്ങള് വ്യത്യസ്തമായി എല്ലാവരുടെ ജീവിതത്തിൽ തരുവാൻ ശക്തനായ ദൈവത്തിന്റെ ആത്മാവിന്റെ പരിവർത്തന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വെളിപ്പെട്ടു വരേണ്ടതിനാൽ ഈ ദിവസങ്ങളെ ദുഷ്ടനെ ഭയപ്പെടണ്ട. രക്തസ്രാവക്കാരിയായ സ്ത്രീക്ക് ഒരു പക്ഷെ പറയാമായിരുന്നു, എനിക്ക് വിലക്കുള്ളതാ, എനിക്ക് മുടക്കുള്ളതാ, എനിക്ക് പബ്ലിക് പ്ലേസിൽ പോകാൻ പറ്റാത്തതാ, ഓ എനിക്ക് നിബന്ധനകളുണ്ട്, വിടുതൽ വേണം. അവൾ പരീക്ഷിക്കേണ്ട എല്ലാ വഴിയിലും പരീക്ഷിച്ചു, അവൾക്ക് വിടുതൽ വേണം. അവൾ ജീവനുള്ള ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്തുതിച്ചു, ജീവനുള്ള ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്തുതിച്ചു, ദൈവസഭയോട് വിശ്വസിച്ചു. എന്റെ കർത്താവിന്റെ സഹോദരൻ വിട്, എന്റെ കർത്താവിന്റെ കൊങ്ങലൊന്ന് തൊട്ടാൽ, എന്റെ കർത്താവിന്റെ വസ്ത്രത്തിന്റെ കൊങ്ങലൊന്ന് തൊട്ടാൽ അവൻ എന്നെ വിടുവിക്കൂ. ഭാവിയിൽ പ്രസംഗിക്കാനുള്ളവൻ അവനിപ്പോഴേ പ്രാക്ടീസ് എടുക്കുക. നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കേണ്ട അവന്റെ പുറകെ പോകുന്നില്ല. ഓക്കെ, മുകളിൽ കയറിയിരുന്ന മോനെ പ്രൈസലോ ചവിട്ട് കിട്ടാൻ നോക്കിക്കോട്ടെ. കർത്താവ് പറയുന്നു, നാട്ടഞ്ചത് ചിലത് തുറന്നു തരുവാൻ എനിക്ക് പദ്ധതി കൊണ്ട് നിന്റെ മാനുഷിക മണ്ഡലങ്ങളിൽ നീ വച്ചിരിക്കുന്ന നിബന്ധനകളെ വലിച്ചെറിഞ്ഞുകൊണ്ട് എന്റെ സന്നദ്ധിയിലേക്ക് കടന്നു വാ, എന്റെ സന്നദ്ധിയിലേക്ക് കടന്നു വാ. എനിക്ക് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുണ്ട്. ഡോക്ടർമാര് പറഞ്ഞു കഴിയത്തില്ല, നടക്കത്തില്ല. ഒരമ്മറൈ പറയുമ്പോ പറയും ഒരു സ്കാനിങ് കൂടെ വേണം. ഉള്ളതെല്ലാം പണയം വെച്ചുകൊണ്ട് സ്കാനിങ്ങിന് കൊടുക്കും. പറയും ഇനി ഒന്നുകൂടെ വേണമെന്ന് പറയും. എവിടെ പോയി വാങ്ങും? ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, മനുഷ്യ ദൃഷ്ടിയിൽ ആശ്ചര്യമായത് അത്ഭുതമെന്ന് കടക്കിടുന്ന രീതിയിൽ നിന്റെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ എന്റെ ദൈവത്തിന് പദ്ധതി കൊണ്ട് നീ ഒന്ന് ഈ ആശ്വാസത്തോട് എഴുന്നേൽക്കുന്നുവെങ്കിൽ മുടങ്ങി കിടക്കുന്ന ചില പദ്ധതികള് നിന്റെ ജീവിതത്തിന് മേല് പ്രാവർത്തികമാക്കുവാൻ കഴിവുള്ള അരിമനാഥനായ യേശുവിടെ വന്നിട്ടുണ്ട്. കർത്താവ് പോകുന്നുവെന്ന് ശ്രുതി കേട്ടപ്പോൾ എനിക്കുള്ള നിബന്ധനകൾ എന്തായാലും ഞാൻ ബ്രേക്ക് ചെയ്യും. നമ്മളിന്നും ചില നിബന്ധനകൾ വച്ചിരിക്കാം. ആഴ്ചയ്ക്കൊരിക്കൽ മാത്രം ദൈവത്തെ ആരാധിക്കണം. 2 പാട്ടെന്നുള്ള 3 പാട്ടായാൽ അന്നേരം പ്രശ്നമാണ്. അരമണിക്കൂർ ആരാധന
പറയുന്നത് 3/4 മണിക്കൂറായി അപ്പോഴും പ്രശ്നമാണ്. ഈ നിബന്ധനകളെ പൊട്ടിച്ചെറിയേണ്ട സമയമായിരിക്കുക. ആത്മാവിന്റെ പരിവർത്തനം വെളിപ്പെടേണ്ട സമയം വന്നിരിക്കുക. ആത്മാവിന്റെ ഫലം കായ്ക്കേണ്ട സമയം വന്നിരിക്കുക. നിന്നെ കൂടി ആത്മാ ചൈതന്യം അവൻ ഉരുവാക്കുവാൻ പോകുക. നിന്റെ ദേശത്തിന്മേൽ, സമൂഹത്തിനുമേൽ, നിന്റെ കുടുംബത്തിനുമേൽ നീ ഒരു മാനപാത്രമാകുവാൻ എന്റെ യഹോവ പദ്ധതി ഇട്ടിരിക്കുക. നീ എന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലേക്ക്, നീ എന്റെ പാദപീഠത്തിലേക്ക് ഒന്ന് കടന്നു വരുന്നവന് എനിക്ക് പ്രവർത്തിക്കാൻ പദ്ധതിയുണ്ട്. നമുക്ക് വായിക്കാൻ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. Exodus chapter 3 verse 12. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ ജനത്തെ ഇസ്രായേലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ ഈ പർവ്വതത്തിൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകുമെന്ന് ചെയ്തു. അതിനവൻ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ ജനത്തെ ഇസ്രായേലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോ നിങ്ങൾ ഈ പർവ്വതത്തിൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിനെ അടയാളമാകുമെന്ന് അരുളി ചെയ്തു. എത്ര പേർ വിശ്വസിക്കുന്ന ഈ വചനം? എത്ര പേർ ഏറ്റെടുക്കുന്ന ഈ വചനം? വിശ്വാസം നിമിത്തം എന്നെ ജനിക്കൊണ്ടിരിക്കുന്നവ എന്റെ ദൈവത്തിന് തന്നെ മുഴങ്കാൽ മടക്കുന്നത് ഞാൻ കാണുമെന്ന് രാത്രികാലം എത്ര പേർ വിശ്വസിക്കുന്നു? എന്റെ ആത്മീയത ചോദ്യം ചെയ്യുന്നവ, എന്റെ പ്രാർത്ഥനയെ ചോദ്യം ചെയ്യുന്നവ, എന്റെ ആരാധനയെ ചോദ്യം ചെയ്യുന്നവ, എന്റെ രോഗ സൗഖ്യത്തെ ചോദ്യം ചെയ്യുന്നവ, എന്റെ വിടുതലിനെ ചോദ്യം ചെയ്യുന്നവ എന്റെ കൂടെ ആരാധിക്കുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം എന്റെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരുന്ന ദൈവവൈതന്യം മൊത്തം എതിരാണ്. സിനിമക്കടക്കാര് ദൈവവൈതന്യത്തിനെതിരാ, സ്വർണ്ണക്കടക്കാരനെതിരാ, തുണിക്കടക്കാരനെതിരാ. ഇന്ന് സ്വർണ്ണമില്ലെങ്കിലും വേറെ വലുതാക്കി. ആമേൻ, അല്ലെങ്കിൽ ആത്മീയ ലോകത്തിലും എതിരാ. മൊത്തത്തിലെതിരായി നീ ഏകനായിരിക്കുമ്പോ എന്റെ കർത്താവ് പറയുന്നു, നീ ഏകനായിട്ടല്ല, നിന്റെ അയച്ചൻ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നീ വിശ്വാസത്തോടൊന്ന് കടന്നു വാ. എന്റെ ശക്തി എന്നിൽ നിന്ന് നിന്റെ ജീവിതത്തിൽ പുറപ്പെട്ടു വരും. എന്റെ ശക്തി എന്നിൽ നിന്ന് നിന്റെ ജീവിതത്തിൽ പുറപ്പെട്ടു വരും. നീ വിശ്വാസത്തോടു കൂടി പോക. നീ മടങ്ങി മലയിൽ വന്ന് ആരാധിക്കുമെന്നുള്ളത് ഒരു അടയാളമായി വെച്ചുകൊള്ളുക. ഹൃദയത്തിന്റെ ഉള്ളിലൊന്ന് കണ്ടാട്ടെ. നമ്മുടെ അപ്പനമ്മമാർ, നമ്മുടെ കൂടെ പിറന്ന സഹോദരങ്ങൾ, നമ്മുടെ കൂടെ പഠിച്ചവരെല്ലാം നമ്മുടെ കൂടെ ഒന്ന് ഇരുന്ന് ആരാധിക്കണമെന്ന് കണ്ടാട്ടെ. ദൈവജനമേ. ഹല്ലേലൂയ. നിന്റെ ഭർത്താവാകാം, നിന്റെ ഭാര്യയാകാം, നിന്റെ മക്കളാകാം, അവരാത്മാവിൽ ഒന്ന് തുള്ളിച്ചാടുന്നതൊന്ന് കണ്ടാട്ടെ. 2013 ദൈവത്തിന്റെ ആത്മാവ് തരാൻ പോകുകയാണ്. ആത്മാവിലൊന്ന് കണ്ടാട്ടെ. കാണുന്നവർക്കുള്ള ദൂത, ആത്മാവിൽ കാണുന്നവർക്കുള്ള ദൂത. അവരുടെ ജീവിതത്തിൽ ആത്മനദി ഒഴുകിയെത്തേണ്ടതിനാ ഈ ദിവസങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഞാനിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക ഒരുപാട് കാര്യങ്ങൾ. അതാ ഞാൻ ചോദിച്ച, കണ്ടു കഴിഞ്ഞോ? വിശ്വാസത്തോട് നീ പോക. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ നീ പോക. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാ നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവസ്ഥനെ എഴുന്നേറ്റ് നിൽക്കാം.